ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ചിക്കൻ ഫ്രൈ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നല്ല വൃത്തിയായി കഴുകിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒരു 20 മിനിറ്റോളം മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിന് വേണ്ട മസാലകൾ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ടില്ല. എന്താ വെച്ചാൽ നമ്മൾ ഈ കുരുമുളകെല്ലാം വറുക്കുമ്പോൾ അതിലേക്ക് സ്ക്രാച്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ സാധാരണ വേറെ ഏതെങ്കിലും സ്റ്റീലിൻ്റെ പാനോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളതെടുക്കുക. അതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 1 സ്പൂണോളം കുരുമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 കരയാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, ഇത് രണ്ടും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇത് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്നവരെയും നമുക്ക് ഇത് ഇളക്കിക്കൊണ്ടിരിക്കാം. അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ബാക്കിയുള്ള പൊടികൾ, മസാലയ്ക്ക് വേണ്ട ബാക്കിയുള്ള പൊടികൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മുടെ പാൻ ഇപ്പോഴത്തേക്ക് തന്നെ ചൂടായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പൊടികളും ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പൊടികളെല്ലാം കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് പച്ചക്കുത്തെല്ലാം മാറിയിട്ടുണ്ട്. ഞാനിപ്പം 1/4 സ്പൂണും മഞ്ഞളിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ മഞ്ഞളുടെ പച്ചമണം മാറിയതിന് ശേഷം ഞാനിവിടെ 1.5 സ്പൂണോളം എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതും ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നമ്മളെ മിക്സി ജാറിലേക്ക് നമ്മളെ പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിച്ചിടുകയായിരുന്നു. അതിനുശേഷം 4 അല്ലി വെളുത്തുള്ളി അതിലേക്ക് ഇടാം. ഞാനിവിടെ 4 വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി ഞാൻ ചെറുതായി മുറിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേറെ ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്രൈൻഡായി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂണോളം സോയാ സോസും 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കാം. വിനീഗർ ഇല്ലെങ്കിലും നാരങ്ങ നീരായാലും മതിയാവും. 1 ടേബിൾ സ്പൂണോളം അത് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് ഇത് ഗ്രൈൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഞാനിപ്പോൾ ഇതാ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ പേസ്റ്റ് നമ്മൾ ചിക്കനിലേക്ക്, മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് നമുക്ക് പുരട്ടി കൊടുക്കാം. ചിക്കനിലേക്ക് ഇപ്പം നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരല്പം ഉപ്പിൻ്റെ കുറവ് തോന്നിയുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളും ഇതേപോലെ ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ചിക്കനെ കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പം വെള്ളമൊന്നും ഒഴിക്കാണ്ട് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. എന്താ വെച്ചാൽ വേവുമ്പം തനിയെ വെള്ളം വന്നോളൂ. എന്നിട്ടാകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാം. ഞാനിപ്പം ഈ ചിക്കൻ ഇതേ ബൗളിൽ തന്നെയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഞാൻ വേറെ പാത്രമൊന്നും എടുക്കുന്നില്ല. ഇതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യാം. എന്നാൽ പിന്നെ അടിയിൽ പിടിക്കാണ്ടിരിക്കും. അതുകൊണ്ട് കുറച്ച് അല്പം എണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ നമ്മൾ ചിക്കൻ മൂടി വെച്ചിട്ടുണ്ട്. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു 20 മിനിറ്റ് ശേഷം മൂടി മാറ്റിയിട്ട് ഞാനൊന്ന് നമ്മുടെ ചിക്കനെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കുറച്ചും കൂടി വേവട്ടെ. കണ്ടില്ലേ, ഇപ്പം ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടൊന്നുമില്ല. പക്ഷേങ്കിൽ ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മളൊന്ന് കുറച്ച് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ വെള്ളമെല്ലാം കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടാകുമ്പോൾ നമ്മൾ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യത്തെ 20 മിനിറ്റ് നമ്മൾ ചിക്കൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത്. എന്നതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ ഹൈ ഫ്ലെയിമിൽ മാറ്റിയിട്ടുണ്ട്. എന്നെങ്കിലേ ആ വെള്ളമെല്ലാം ഒന്ന് കുറുകി വരുള്ളൂ. കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ചിക്കനിലെ വെള്ളമെല്ലാം ഓൾമോസ്റ്റ് ഡ്രൈ ആയി കഴിഞ്ഞു. അതിന് ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം.
നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടുമ്പം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ചിക്കൻ ഇപ്പം നന്നായി വെന്തിട്ടുണ്ട്. അപ്പം ഞാനത് എല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കൊരു കടായി വെച്ചിട്ട് ഇതെല്ലാം വറുത്തെടുക്കാം. ഞാനിപ്പം കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ കുറച്ചായിട്ട് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെറുതെ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിപ്പം മീഡിയം ഫ്ലെയിമിലാണ് ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത്, നമ്മുടെ ചിക്കൻ മൊത്തം കരിഞ്ഞു പോവും. ഞാനിപ്പം ഇത്രയും ചിക്കനാണ് ഒരു ബാച്ചായിട്ട് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. ഇത് നമുക്കൊന്ന് ഒരു സൈഡ് ഫ്രൈ ആയി വന്നു എന്ന് കാണുമ്പോൾ നമുക്കത് ഒന്ന് മറിച്ചിടാം. ഇതിപ്പം നമുക്ക് ഒന്നൊന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. അതേപോലെ മറ്റേ സൈഡ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഏകദേശം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടി എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പം ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് കൊണ്ടുവരാം. ഞാനിപ്പോൾ ഇവിടെ ബാക്കിയുള്ള ചിക്കനും ഇത് മുന്നേ കാണിച്ച പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് ഞാനിപ്പം ഇതെല്ലാം ഫ്രൈ ആയതിന് ശേഷം ഞാൻ കൊണ്ടുവരാം. നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മറക്കാതെ ഉണ്ടാക്കി നോക്കുക.